അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓരോ ക്വസ്റ്റ്യൻ വൈസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ ഫസ്റ്റ് എന്താ? ഇൻ ആൻ എക്സാമിനേഷൻ Sunny secured 46 out of 50 in maths, 98 out of 100 in physics, 36 out of 15 in Hindi, 40 out of 50 in chemistry. Calculate his percentage mark in math subject. നമ്മളോട് കുറേ സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. അതിൽ ആളെത്ര സ്കോർ ചെയ്തു, ഔട്ട് ഓഫ് എത്രയിലാണെന്ന് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? മാത്സിൽ ആള് എത്ര പെർസെൻറ്റേജ് മാർക്ക് സ്കോർ ചെയ്തെന്നാണ് ചോദിക്കുന്നത്. നമ്മളോട് എടുത്ത് വെച്ചേക്കുന്ന മാത്സ് ആണ്. മാത്സിൽ ആള് എത്ര സ്കോർ ചെയ്തു? വളരെ സിമ്പിളാണ്. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100ൽ എത്രയെന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ? നമുക്ക് മനസ്സിലായി. മാത്സിൽ ആൾ എത്രയാണ് സ്കോർ ചെയ്തേക്കുന്നത്? 46 ആണ് ആൾ സ്കോർ ചെയ്തേക്കുന്നത്. മാത്സിൽ സ്കോർ ചെയ്തേക്കുന്നത് 46 ഔട്ട് ഓഫ് 50. പെർസെൻറ്റേജിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 100 അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന 100ൽ എത്ര പാർട്ടാണെന്നുള്ളതാണ്. നമുക്ക് എന്ത് മനസ്സിലായി? 46 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100 ആണ്. നമുക്ക് സിമ്പിളായിട്ട് മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. 50 100ൽ 2 ടൈംസ് പോകുന്ന നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 46 ഇൻറ്റു 2 നമുക്ക് എന്ത് ആൻസർ കിട്ടി? 92 ആൻസർ കിട്ടി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 46 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100 അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഈ സീറോയും കട്ടായി പോകുന്നു നമുക്കറിയാം. കട്ട് ചെയ്ത് കളയാന്നറിയാം. 46 ഡിവൈഡഡ് ബൈ 5, 46ൽ 5 എത്ര പ്രാവശ്യം പോകും? 9.2. അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 92 ആണ് ആൻസർ കിട്ടുക. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ആൻസറിലോട്ട് എത്തിപ്പറ്റാം. നമുക്ക് ഏത് ട്രിക്ക്, നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. സംഭവം കാര്യം മനസ്സിലായി. 46 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100 വളരെ ഈസി ആയിട്ടുള്ളത്. 50 100ലും 50 2 ടൈംസ് പോകുന്നു മനസ്സിലായി. 46 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 92 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ആൻ എക്സാമിനേഷൻ സണ്ണി സെക്യൂർഡ് 46 ഔട്ട് ഓഫ് 50, 98 ഔട്ട് ഓഫ് 100 ഇൻ ഫിസിക്സ്. കറക്റ്റ് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്നിട്ട് നമ്മളോട് ചോദിച്ചേക്കുന്നത് ആളുടെ ഫിസിക്സിലെ മാർക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ ഫിസിക്സിലാണ് എത്രയാണ് സ്കോർ ചെയ്തേക്കുന്നത്? 98 ആണ് സ്കോർ ചെയ്തേക്കുന്നത് ഔട്ട് ഓഫ് 100ൽ. പെർസെൻറ്റേജ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? അപ്പോൾ 100ഉം നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാമെന്ന് മനസ്സിലാക്കാം. 98 ആണ് ആൻസർ കിട്ടുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫാർമർ takes 500 mangoes to the market. In the first hour, he sells 60% of the mangoes. In second hours, he sells 10% of the remaining mangoes. How many mangoes does he sell? നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ, ഒരു ഫാർമർ 500 മാങ്ങ എടുത്തിട്ടുണ്ട്. അതിന് ആദ്യത്തെ 1 മണിക്കൂറിൽ അതിൽ 16% വിറ്റഴിച്ചു. ബാക്കിയുള്ള അടുത്തൊരു മണിക്കൂറിൽ ബാലൻസ് ഉള്ളതിന് 10% വിറ്റഴിച്ചു. അയാൾ അത്ര മാങ്ങ വിറ്റു എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമുക്ക് പെർസെൻറ്റേജ് തന്നെയാണ് നമ്മൾ ഇതിൽ ഈ ഒരു പ്രോബ്ലം പെർസെൻറ്റേജ് റിലേറ്റഡ് ആണ്. നമുക്ക് മനസ്സിലായി 500 ആണ് ആദ്യത്തെ മണിക്കൂറിൽ 16%. അപ്പോൾ നമ്മൾ 500 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 100 എന്നാണ് നമുക്ക് അറിയാം. അപ്പോൾ ഇങ്ങനെ പെർസെൻറ്റേജ് കാണുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 500 ഇൻറ്റു 60% ആണെങ്കിൽ താഴെ 2 0 വരുന്നതുകൊണ്ട് നമുക്ക് ഈ 2 0 കട്ട് ചെയ്ത് കളയാം. 16 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം 80. ഫസ്റ്റ് അവറിൽ ആൾ 80 മാങ്ങ വിറ്റിട്ടുണ്ട്. ബാലൻസ് ആളുടെ ഉണ്ടാവുക 500ൽ നിന്ന് 80 കഴിഞ്ഞ് കഴിഞ്ഞാൽ 420 മാങ്ങയാണ് ഉണ്ടാവുക. അതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 10/100 ആണ്. എന്ത് ചെയ്യാം? 42. അപ്പോൾ ബാലൻസ് 420 ആൾ എത്ര 10% കൂടി വിറ്റു. അപ്പോൾ 80 + 42 നമ്മളുടെ ആൻസർ 122 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് ഇതിന് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇപ്പോൾ 500ൻ്റെ 60% ആണ്. 500 ഇൻറ്റു 60 ഈ 2 0 കട്ട് ചെയ്തിട്ട് എഴുതിയാൽ മതി. 2 0 താഴെ വരുന്നത് കൊണ്ട്. അതുപോലെ തന്നെ 420യുടെ 10% എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2 0 കട്ട് ചെയ്യാനില്ലാത്തത് കൊണ്ട് ഇവിടുത്തെ ഒരു 0യും ഇവിടുത്തെ ഒരു 0യും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 42 എന്ന് എഴുതാം. കാരണം ഡിവൈഡഡ് ബൈ 100 ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് എഴുതുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. എ ഫാർമർ ടേക്സ് 500 മാംഗോസ് ടു ദി മാർക്കറ്റ്. ഫസ്റ്റ്
ഹവർ ഹി സെൽ 60% ഓഫ് ദ മാംഗോ. സെയിം ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ട് അവർ ചോദിച്ചത് ഹൗ മെനി മാംഗോസ് ആർ ലെഫ്റ്റ് വിത്ത് ഹിം ആഫ്റ്റർ 2 hours. എത്ര മാങ്ങ ആളുടെ കയ്യിൽ ബാലൻസ് ഉണ്ടാവുമെന്ന് ചോദിച്ചേക്കുന്നത് 2 മണിക്കൂർ കഴിഞ്ഞാൽ. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ആദ്യത്തെ അവരുടെ ആൾ 80 മാങ്ങ വിറ്റിട്ടുണ്ടായിരിക്കും, പിന്നത്തെ അവരുടെ ആൾ 42 മാങ്ങ വിറ്റിട്ടുണ്ടാവും. അങ്ങനെ 122 മാംഗോസ് ആൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 500 മൈനസ് 122 എന്ന് പറഞ്ഞാൽ 378 ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 ഡിസ്കസ് ചെയ്യാം. ഇഫ് എ 1/3 ഓഫ് 1/4 ഓഫ് എ നമ്പർ ഈസ് 15. ഒരു നമ്പറിൻ്റെ 1/3 1/4 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 50 ആണ്. എങ്ങനെയാണെങ്കിൽ ആ നമ്പറിൻ്റെ 310 എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്പർ നമുക്ക് അറിയാത്തത് കൊണ്ട് 1/3 ഇൻറ്റു 1/4 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 50 അല്ലേ? നമ്പർ അറിയില്ല. 1/3 ഇൻറ്റു 1/4 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? നമുക്ക് 15 കിട്ടും. നമുക്ക് എന്ത് കിട്ടും? ഡയറക്റ്റ് ആൻസർ ചെയ്യുമ്പോൾ 1/12 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 15. LCM മെത്തേഡും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രാക്ഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ കുറേ കാര്യങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. 1/12 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 15. എക്സ് ഇസ് ഈക്വൽ ടു 15 ഇൻറ്റു 12. നമുക്ക് ആൻസർ എത്ര കിട്ടും? 180 ആണ് ആൻസർ കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഈ നമ്പർ കിട്ടിയത് നമുക്ക് എത്ര കിട്ടി? 180 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ നമ്പറിൻ്റെ 3/10 എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്? 180 ഇൻറ്റു 3/10. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇതും നമുക്ക് കട്ട് ചെയ്ത് കളയാം. 18 ഇൻറ്റു 3 എത്രയാണ് ആൻസർ മനസ്സിലാലോചിച്ചാൽ മതി. 18 ഇൻറ്റു 3 എത്രയാണ്? 54 ആണ് നമ്മളുടെ ആൻസർ വരുന്നത് അല്ലേ? 1/3 ഓഫ് 1/4 ഓഫ് എ നമ്പർ ഇസ് എക്സ് എന്ന് പറഞ്ഞാൽ 1/3 ഇൻറ്റു 1/4 എക്സ്. നമുക്ക് ഇങ്ങനെ മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്താൽ 1/12 എക്സ് ഇസ് ഈക്വൽ ടു 15. എക്സ് ഇസ് ഈക്വൽ ടു 15 ഇൻറ്റു 12 180 ആണ് ആൻസർ. 180 ഇൻറ്റു 3/10 അതാണ് നമ്മളുടെ ആൻസർ ആവുക. അതായത് 3/10 ഓഫ് നമ്പറാണ് ചോദിച്ചേക്കുന്നത്. 3/10 ഓഫ് നമ്പർ ഈസ് 54. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6. The difference between a 2-digit numbers and number obtained by interchanging the position of its digit is 36. What is the difference between 2-digit number of that number? അത്രേ ഉള്ളൂ. അതായത് ഒരു 2-digit നമ്പർ അതിൻ്റെ പൊസിഷൻസ് ഇൻ്റർചേഞ്ച് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 36 ആണ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പം നമുക്കറിയാം നമ്മളുടെ 2 ഡിജിറ്റ്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 10-ലാണെന്ന്. അപ്പോൾ നമുക്ക് ആ നമ്പർ 10A+B ആണെന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ? ഒരു നമ്പർ 2 ഇപ്പം 39 ആണെങ്കിൽ 3-ന് A എന്ന് കൊടുക്കുക, 9-ന് B എന്ന് കൊടുക്കുക അല്ലേ? 10A+B. അതിന് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 10B+A അല്ലേ? 39-നെ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തെങ്കിൽ 93 അല്ലേ? അതിന് പകരം നമ്മൾ ഈ 10-ലേക്ക് എടുത്തത് എന്താ? നമ്മുടെ 2 ഡിജിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10-ലാണ് അല്ലേ? അല്ലെങ്കിൽ 9 വരെയാണെങ്കിൽ സിംഗിൾ ഡിജിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 36 ആണ്. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 10A+B മൈനസ് 10B+A ഈസ് ഈക്വൽ ടു 36. ഇത് നമുക്ക് എന്ത് ചെയ്യാം? 9A മൈനസ് 9B ഈസ് ഈക്വൽ ടു 9A മൈനസ് 9B. അല്ലെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. നമുക്ക് എങ്ങനെ എടുക്കാതെ നമുക്ക് 10A+B മൈനസ് 10B+A ഈസ് ഈക്വൽ ടു 36. നമുക്ക് എങ്ങനെ എടുക്കാം? 9A മൈനസ് 9B അല്ലേ? ഇവിടെ നിന്നുള്ള +A ഇപ്പുറത്തോട്ട് പോകുമ്പോൾ അത് -A ആയി മാറും. അങ്ങനെയാണ് 9A വരുന്നത്. പിന്നെ ഇപ്പുറത്തുള്ള +B 10 മൈനസിൻ്റെ ഇപ്പുറത്തോട്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ അത് ആയി മാറും. അപ്പോൾ 10B മൈനസ് B ഈക്വൽ ടു 9B ഈക്വൽ ടു 36 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് 9A മൈനസ് B ഈക്വൽ ടു 36. A മൈനസ് B ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ 9. ആൻസർ 4 അല്ലേ? നമ്മളോട് A മൈനസ് B കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 7. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ റിപ്പീറ്റേഷനാണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 8 അതും ഓൾറെഡി ഡിസ്കസ് ചെയ്തേക്കുന്നതാണ്. അതും റിപ്പീറ്റേഷനാണ്.
ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ആൻ ആവറേജ് ഓഫ് ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് ഓഫ് 12? 12ൻ്റെ ആദ്യത്തെ 5 മൾട്ടിപ്പിൾസിൻ്റെ ആവറേജ് എടുക്കാൻ എന്തായിരിക്കും? 12 പ്ലസ് 24 പ്ലസ് 36 പ്ലസ് 48 പ്ലസ് 60. ഇതാണ് 12ൻ്റെ ആദ്യത്തെ 5 മൾട്ടിപ്പിൾസ് അല്ലേ. 12, 24, 36, 48, 60. ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 180 ആണ് കിട്ടുക അല്ലേ. 180 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 36 ആവറേജ് അല്ലേ. ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് നമ്പർ അല്ലേ നമ്മൾ ആവറേജ് കാണുക. അതായത് ഇപ്പോൾ 10 ആൾക്കാരെ ആവറേജ് കാണുമെങ്കിൽ 10 ആൾക്കാരുടെ ടോട്ടൽ ഡിവൈഡഡ് ബൈ അതിനെ എത്ര നമ്പറാണുള്ളത് ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് കിട്ടുക. അങ്ങനെ നമ്മൾ ആവറേജ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആൻസർ 36 കിട്ടി. ഓക്കെ അല്ലേ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. ക്വസ്റ്റ്യൻ നമ്പർ 10 നമ്മളുടെ ഇതാ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ പോർഷനിലാന്ന് പറഞ്ഞത്. നമ്മൾ ഇൻട്രസ്റ്റ് പഠിച്ചു. എന്താണ് ഇൻട്രസ്റ്റ്? സിമ്പിൾ ഇൻട്രസ്റ്റ് പഠിച്ചു, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിച്ചു, മന്ത്ലി നമുക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, പെർ ആൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് മുകളിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നുണ്ടാവുക. വാട്ട് ഈസ് എ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓഫ് 2500 ഫോർ 2 years അല്ലേ. അറ്റ് ദ റേറ്റ് ഓഫ് 4% പെർ ആനം. ഒരു കൊല്ലത്തേക്ക് 4% ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 കൊല്ലത്തേക്ക് എത്ര ഇൻട്രസ്റ്റ് വരുമെന്ന് പറഞ്ഞാൽ നമ്മുടെ എമൗണ്ട് 2500 ആണ് അല്ലേ. 4% എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 100 അല്ലേ. 4 ഡിവൈഡഡ് ബൈ 100 നമുക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല. ഈ ഡിവൈഡഡ് ബൈ 100 ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ആദ്യത്തെ 2 0 കട്ട് ചെയ്ത് കളയാന്ന് പറഞ്ഞു അല്ലേ. 25 × 4 ആണ് നമുക്ക് എത്ര വരുന്നുണ്ടാവുക? ഫസ്റ്റ് ഇയർ ഇൻട്രസ്റ്റ് വരുന്നുണ്ടാവുക. 25 × 4 എന്ന് പറയുമ്പോൾ 100 റുപ്പീസാണ് ഇൻട്രസ്റ്റ് വരുന്നുണ്ടാവുക അല്ലേ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ഇയറിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ഫസ്റ്റ് ഇയറിൽ 100 രൂപ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടായിരിക്കും. സെക്കൻഡ് ഇയറിൽ നമുക്ക് എന്തുണ്ടാവും? ഈ 100 രൂപയും കൂടി ഇൻട്രസ്റ്റിൻ്റെ ഒപ്പം ആഡ് ആയി വരും. അതിനുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുക? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയാം. 2500 പ്ലസ് 100 അല്ലേ. 2600ൻ്റെ 4 ഡിവൈഡഡ് ബൈ 100 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 26 × 4 എന്ന് പറഞ്ഞാൽ 104 ആണ് അല്ലേ. അപ്പോൾ നമ്മളുടെ ഇൻട്രസ്റ്റ് ആ 2 കൊല്ലത്തെ ഇൻട്രസ്റ്റ് വരിക 100 പ്ലസ് 104 ഈസ് ഈക്വൽ ടു 204. ഇതാണ് നമ്മളുടെ ആൻസർ വരിക. ഓക്കെ അല്ലേ. ഫസ്റ്റ് കൊല്ലം ഇൻട്രസ്റ്റ്, അതിൻ്റെ ആ ഇൻട്രസ്റ്റും കൂടി എന്ത് ചെയ്യും? നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ആഡ് ചെയ്യും, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ. ഓക്കെ അല്ലേ. ഫസ്റ്റ് ഇയർ നമുക്ക് 2500ൻ്റെ 4% എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. 2500 × 4/100. അപ്പോൾ മുകളിലെ 2 0 ഉള്ളതുകൊണ്ട് താഴെ 2 0 വരുന്നതുകൊണ്ട് രണ്ടും കട്ട് ചെയ്ത് കളയാം. 25 × 4 എന്ന് പറഞ്ഞാൽ 100 ആണെന്ന് നമുക്കറിയാം. പിന്നെ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ 100ഉം കൂടി 2500ൻ്റെ ഒപ്പം ആഡ് ചെയ്ത് വരും. അപ്പോൾ 2600 × 4% എന്ന് പറയുമ്പോൾ 104. അപ്പോൾ ആ 2 കൊല്ലത്തെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 204 രൂപയാണ് നമ്മൾ എന്ത് 2 കൊല്ലത്തേക്കുള്ള ഇൻട്രസ്റ്റ് വരുന്നത്. ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഓഡ് പ്രൈം നമ്പർ? പ്രൈം നമ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ടും ഒന്നുകൊണ്ടും മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതിനാണ് പ്രൈം നമ്പർ എന്ന് പറയുക അല്ലേ. നമ്മളെ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2നെ 2 കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 3നെ 3 കൊണ്ടും 1 കൊണ്ടും മാത്രമേ പറ്റുള്ളൂ. പിന്നെ 5, പിന്നെ 7, പിന്നെ 11, 13, 17, 19 അങ്ങനെ പോകും പ്രൈം നമ്പേഴ്സിൻ്റെ സീരീസ്. ഓക്കെ അല്ലേ. നമ്മളോട് ചോദിച്ചേക്കുന്ന ഈ തന്ന ഓപ്ഷനിൽ ഒന്നെടുത്ത് നോക്കാം. ഒന്നൊരു പ്രൈം നമ്പർ അല്ല. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. പിന്നെ നമുക്കറിയാം 9 എടുക്കാൻ പറ്റും. 9നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പ്രൈം നമ്പർ അല്ല. ആ നമ്പർ കൊണ്ടും 1 കൊണ്ടും മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിലാണ് നമ്മൾ അതിന് പ്രൈം നമ്പർ എന്ന് പറയുക. 15നും പറ്റില്ല. ഓക്കെ അല്ലേ. നമുക്ക് ആൻസർ കിട്ടി 3 ആണെന്ന് ഡയറക്റ്റ് ആൻസർ കിട്ടി. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12, ഡിവിസിബിലിറ്റി ബൈ നമ്പർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമ്മൾ പറഞ്ഞ ഡിവിസിബിലിറ്റി ബൈ 3, 2, 4, 5, 7, 10 അങ്ങനെ കുറേ പഠിച്ചിട്ടുണ്ട്. ഈ കേസിൽ നമ്മൾ പറഞ്ഞ ഡിവിസിബിൾ ബൈ 3 ആണ് പറഞ്ഞത്. നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്ന റൂള് ഡിവിസിബിൾ ബൈ 3 ആവണമെങ്കിൽ ആ തന്നിട്ടുള്ള നമ്പറിനൊക്കെ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഡിവിസിബിൾ ബൈ 3 ആണെന്ന് മനസ്സിലായി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നമ്പർ 245 എന്ന് പറഞ്ഞ നമ്പറാണെന്ന് വിചാരിക്കുക. 245, 2 + 4 + 5 അത് ആഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടിനെ ഡിവിസിബിൾ ബൈ 3 ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആൻസർ ഡിവിസിബിൾ ബൈ 3 ആണെന്ന് അർത്ഥം. ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന 1, 5, 5, 4, 9 #3, 2, 5. അപ്പോൾ നമുക്ക് നോക്കാം. 1 + 5 + 5 + 4 + 9 + 3 + 2 + 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക
ചെയ്ത് നോക്കാം. 34 കിട്ടുന്നത് അല്ലേ. 1 + 5 1 + 5 6 6 5 11 11 4 11 4 15 15 9 24 24 3 27 27 2 29 29 5 34 34 ഡിവൈഡ് ബൈ 3 നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ. 34 ഡിവൈഡ് ബൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിലൊരു നമ്പർ നമ്മൾ ആഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിവിസിബിൾ ബൈ 3 ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം 36 നമുക്ക് ഡിവിസിബിൾ ബൈ 3 ചെയ്യാൻ പറ്റും. 36 ഡിവിസിബിൾ ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് 12 കിട്ടും അല്ലേ. അപ്പം നമുക്ക് മനസ്സിലായി 34 2 എടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ 2നെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആൻസർ 36 കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിനെ ഡിവിസിബിൾ ബൈ 3 ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് ആൻസർ നമ്മളുടെ സിമ്പിളായിട്ട് ഇന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഏതൊരു നമ്പറിനെ എടുത്ത് ഹാഷിൻ്റെ സ്ഥലത്ത് ഏത് നമ്പറിനെ റീപ്ലേസ് ചെയ്ത ആളാണ് അത് ഡിവിസിബിൾ ബൈ 3 ആവുന്നത്. നമ്പർ 2നെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിവിസിബിൾ ബൈ 3 ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 13. എ ഫ്രൂട്ട് സെല്ലർ ഹാഡ് സം ആപ്പിൾ. ഹി സെൽ 40% ഓഫ് ആപ്പിൾ. സ്റ്റിൽ 420 ആപ്പിൾസ് ഒറിജിനലി ഹി ഹാഡ് എന്ന് പറഞ്ഞാൽ ആളെന്ത് ചെയ്തു, ഒരു ഫ്രൂട്ട് സെല്ലറിൻ്റെ കയ്യിൽ കുറച്ച് ആപ്പിൾ ഉണ്ട്. ആൾ 40% ആപ്പിൾ വിറ്റ് കഴിഞ്ഞപ്പോൾ ആളുടെ കയ്യിൽ 420 ആപ്പിൾ ഉണ്ട്. അതിനർത്ഥം 420 ആപ്പിൾ എന്ന് പറഞ്ഞാൽ 60% ഓഫ് ആപ്പിളാണ് അല്ലേ. 40% ആപ്പിൾ ആൾ വിറ്റ് കഴിഞ്ഞപ്പോൾ ആളുടെ കയ്യിൽ എത്രയുണ്ട്, 420 ആപ്പിൾ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. 60% ആപ്പിളാണ് അപ്പോൾ ബാലൻസ് ഉള്ളത്. അപ്പോൾ ഒറിജിനലി ആളുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ എത്രയുള്ളത് 60%. അതിനെ 100%-ലോട്ട് മാറ്റുക അല്ലേ. 420 × 100 ഡിവൈഡഡ് ബൈ 60. അതാണ് ഒറിജിനലാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മളുടെ ക്വസ്റ്റ്യനിൽ വന്നേക്കുന്ന ഒരാളുടെ ആപ്പിൾ ഉണ്ട്. ആപ്പിൾ അതിൽ 40% വിറ്റ് കഴിഞ്ഞപ്പോൾ ആൾ വിറ്റപ്പോൾ ആളുടെ 420 420 ആപ്പിൾസ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അതിനർത്ഥം 40% പോയി, ബാലൻസ് 60%ആണ് നമ്മുടെ കയ്യിൽ 420. അപ്പം നമ്മൾ അതിന് ഒറിജിനലാക്കി മാറ്റാനായിട്ട് എന്ത് ചെയ്യാം, 420 × 100 ഡിവൈഡ് ബൈ 60 അല്ലേ. സിമ്പിളായിട്ട് നമുക്ക് ഈ 0 കട്ട് ചെയ്ത് കളയാം. 42 6 എത്ര പ്രാവശ്യം പോകും, 42 6 എന്ന് പറഞ്ഞാൽ 7 ടൈംസ് പോകും അല്ലേ. 70 × 10 എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി 700 ആപ്പിളാണ് ആളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ അല്ലേ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഇതും ഒരു പെർസെൻറ്റേജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇൻ ആൻ എലക്ഷൻ ബിറ്റ്വീൻ 2 candidates, one got 55% ഓഫ് ദി ടോട്ടൽ വാലിഡ് വോട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ടോട്ടൽ വാലിഡ് വോട്ടിൻ്റെ 55% കിട്ടിയെന്ന് പറഞ്ഞേക്കുന്നത്. 20% ഓഫ് വോട്ട്സ് വെർ ഇൻവാലിഡ്. 20% വോട്ട് അതിൽ ഇൻവാലിഡ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് വാസ് 7500 അല്ലേ. അപ്പോൾ ദ നമ്പർ ഓഫ് വോട്ട്സ് ദി അതർ കാൻഡിഡേറ്റ്സ് ഗോട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. നമുക്ക് സിമ്പിളായിട്ട് ഈ പ്രോബ്ലം ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് 7500 ആണ്. അതിൽ 20% വോട്ട് എന്താണ് പറഞ്ഞേക്കുന്നത്, ഇൻവാലിഡ് വോട്ടുകളാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ 7500 × 20/100 അല്ലേ. നമുക്ക് ഈ സീറോയും കട്ട് ചെയ്ത് കളയാം. 7500 × 20, ഇതിനും പോയി ഇതും പോയി അല്ലേ. നമുക്ക് മനസ്സിലായി 750 × 2 ആണ് ഇൻവാലിഡ് വോട്ട്സ്. അതായത് 1500 വോട്ട്സ് എന്താ 20% ഇൻവാലിഡ് വോട്ടുകളാണ് അല്ലേ. ബാക്കി വാലിഡ് വോട്ടിൻ്റെ എത്ര പെർസെൻറ്റേജാണ്, 55% ആണ് ഒരാൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വാലിഡ് വോട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 7500 മൈനസ് 1500 എത്രയാണ്, 6000 വോട്ടാണ്. അതിൻ്റെ എത്ര പെർസെൻറ്റേജാണ്, 55% ഒരാൾക്ക് കിട്ടി അല്ലേ. അപ്പോൾ അതർ കാൻഡിഡേറ്റ്സിന് എത്ര കിട്ടിയിട്ടുണ്ടാവും, 45% ആണ് കിട്ടിയിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ 6000 × 45 ഡിവൈഡഡ് ബൈ 100 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതും ഈ കട്ട് 16 × 45 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 2000. 60 × 45 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 2700 ആണ് നമ്മളുടെ ആൻസർ വരുന്നത് അല്ലേ. 45 × 6 എന്ന് പറഞ്ഞാൽ 270. അതിൻ്റെ ഇപ്പോൾ ഒരു 0 കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലായി, 2700. ഓക്കെ അല്ലേ. നമ്മുടെ ആൻസർ 2700. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15.
ഇൻ ഫസ്റ്റ് 10 ഓവർ ക്രിക്കറ്റ് ഗെയിം ദ റൺ റേറ്റ് വാസ് ഓൺലി 3.2. അതായത് ആദ്യത്തെ 10 ഓവറിൽ റൺ റേറ്റ് എത്രയാണ്? 3.2. അതിനർത്ഥം 3.2 ആണ് ആദ്യത്തെ 10 ഓവർ. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടാൻ വേണ്ടി 3.2 ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ 10 ഓവറിൽ നമുക്ക് മനസ്സിലായി 32 റണ്ണാണ് സ്കോർ ചെയ്തേക്കുന്നതെന്ന് മനസ്സിലായി അല്ലേ? വാട്ട് ഷുഡ് ബി ദ റൺ റേറ്റ് ഓഫ് ദ റിമൈനിങ് 14 ഓവർ ടു റീച്ച് ദ ടാർഗറ്റ് ഓഫ് 282 റൺസ്. അപ്പോൾ നമുക്ക് ടാർഗറ്റ് എത്ര കിട്ടിയിട്ടുണ്ട്? ടാർഗറ്റ് ഉള്ളത് 282 റൺസ് ആണ് അല്ലേ? ആദ്യത്തെ 10 ഓവറിലെ റൺ റേറ്റ് എന്ന് പറഞ്ഞാൽ 3.2 ആണ്. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യുക, തിരിച്ച് മാറ്റുമ്പോൾ 3.2 ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10 ഓവറിലെ റൺസ് കിട്ടി. ബാക്കി ബാലൻസ് 40 ഓവറിലാണ് നമ്മൾ ഉള്ള റൺ എടുത്തിട്ടുണ്ടാവുക. ടോട്ടൽ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 282 ആണ്. അതിൽ നിന്ന് 10 ഓവറിൻ്റെ റണ്ണ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 250 റണ്ണാണ് നമുക്ക് കിട്ടുക അല്ലേ? 250 റൺ. ഓക്കെ അല്ലേ? 40 ഓവറിൽ നമ്മൾ എടുത്തേക്കുന്ന റണ്ണ് 250 റണ്ണാണ് അല്ലേ? ആദ്യത്തെ 10 ഓവറിൽ റൺ റേറ്റ് 3.2 ആണ്. അപ്പോൾ 3.2 ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ 32 ആണ് നമ്മളുടെ ആൻസർ കിട്ടുക 10 ഓവറിൽ. നമ്മുടെ ടാർഗറ്റ് 50 ഓവറിൽ നമ്മൾ എടുത്തേക്കുന്ന റണ്ണ് എന്ന് പറഞ്ഞാൽ 282 ആണ്. ബാക്കിയുള്ള 40 ഓവറിൽ നമുക്ക് എടുത്തേക്കുന്നത് 250 റണ്ണാണെന്നറിയാം. ആ 40 ഓവറിലെ റൺ റേറ്റ് കിട്ടാൻ വേണ്ടി 250 ഡിവൈഡർ ബൈ 40 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 250 ഡിവൈഡർ ബൈ 40 ചെയ്ത് കഴിഞ്ഞാൽ 6.25 ആണ് നമ്മളുടെ റൺ റേറ്റ് കിട്ടുക. ക്വസ്റ്റ്യൻ നമ്പർ 16 വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എ ഗ്രോസർ ഹാസ് സെയിൽ ഓഫ് 6,435, 6,927, 6,855, 7,230, 6,562 ഫോർ 5 കോൺസിക്യൂട്ടീവ് മന്ത്. 5 മാസങ്ങളായിട്ട് ആൾ ഇങ്ങനെയാണ് ആളുടെ സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 6ാമത്തെ മാസം കൂടിയും ആൾ സെയിൽ നടത്തിയപ്പോൾ അവരുടെ ആവറേജ് സെയിൽ എത്രയായി? 6,500 ആയി. ആവറേജ് എന്ന് പറഞ്ഞാൽ അറിയാം, ടോട്ടൽ ഡിവൈഡർ ബൈ നമ്പറാണ്. അപ്പോൾ 6 മാസത്തെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ സെയിൽ എത്രയായി? 6,500 ആയി. അപ്പോൾ 6,500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോട്ടലിനെ ഡിവൈഡർ ബൈ 6 ചെയ്തപ്പോഴാണ് നമുക്ക് 6,500 കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആവറേജ് കിട്ടിയിട്ടുണ്ടാവും. ആവറേജിനെ തിരിച്ച് ഒറിജിനലാക്കി മാറ്റണമെങ്കിൽ 6,500 ഇൻറ്റു 6 ചെയ്യുമ്പോൾ നമുക്ക് അറൗണ്ട് 39,000 ആണ് നമ്മളുടെ ടോട്ടൽ സെയിൽ കിട്ടുന്നുണ്ടാവുക. നമ്മളുടെ അപ്പോൾ ലാസ്റ്റ് മന്തിൽ എത്രയും കൂടി സെയിൽ ഉണ്ടെങ്കിലാണ് ഈ 39,000ലേക്ക് എത്താൻ നോക്കുക. നമുക്കൊന്നിലോ ഈ സംഖ്യകളൊക്കെ കൂടി ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്ത് നോക്കിയിട്ട് ബാലൻസ് എത്രയാണോ ഇതിൽ വരുന്നത് അതാണ് നമ്മുടെ ആൻസർ ആവുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് നമ്മളെ സ്മാർട്ട് വർക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ 6.4 ആണ് അല്ലേ? 6,435. അത് നമുക്ക് എന്ത് 6.4 എടുക്കാം, പ്ലസ് 6.9 എടുക്കാം, പ്ലസ് 6.85 ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 6.9 അതും എടുക്കാം, 7.2 എടുക്കാം, പ്ലസ് 6.6 എടുക്കാം. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഏകദേശം 34 ആണ് കിട്ടുക. 34. അപ്പോൾ നമുക്ക് മനസ്സിലായി 34 ആണെങ്കിൽ ഏകദേശം ഒരു 5ൻ്റെ അടുത്തുള്ള 5നോട് അടുത്തുള്ള ഒരു സംഖ്യ ആയിരിക്കണം. 5നോട് അടുത്ത് അല്ലേ? 5 അല്ലെങ്കിൽ 5ന് മുകളിൽ പോകാൻ പാടില്ല. 35 കഴിഞ്ഞാൽ 36, 37, 38, 39, 35, 36, 37, 38, 39 അല്ലേ? 5 വന്നാലാണ് 39 വരുന്നുണ്ടാവുക. അപ്പം 5നോട് അടുത്തുള്ളൊരു സംഖ്യ ആയിരിക്കണം. 5 വിട്ട് 6ലേക്ക് എത്താൻ പാടില്ല അല്ലേ? അപ്പം 4ൻ്റെ അവസാനം 5നോട് അടുത്തുള്ളൊരു സംഖ്യ ആയിരിക്കും ഫ്രാക്ഷനായിട്ട്. അങ്ങനെ ഒരു സംഖ്യ ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ, 4,991. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക, എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക 34,009 ആണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടോട്ടൽ കിട്ടുക. അതിൽ നിന്ന് 39,000 കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 49,91 എന്നുള്ള ആൻസർ കിട്ടും. 2 രീതിയിലും ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ അതിനെ സ്മാർട്ട് വർക്ക് എന്ന് പറയാം, അങ്ങനെ ചെയ്താൽ അതിനെ ഹാർഡ് വർക്ക് എന്ന് പറയാം അല്ലേ? നമുക്ക് ഫ്രാക്ഷൻ എടുത്ത് വേഗമായി കൂട്ടാം. 6.5, 6.4 ഒക്കെ ആണെങ്കിൽ മൈൻഡിൽ തന്നെ കൂട്ടാൻ പറ്റുന്ന കേസാണ്, ആഡ് ചെയ്യാൻ പറ്റുന്ന കേസ്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 34 ആണ്. അപ്പോൾ നമുക്ക് 5നോട് അടുത്തുള്ള ഒരു സംഖ്യ വേണമെന്ന് മനസ്സിലായി. അത് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ എടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 16 കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 17. ദ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പർ ഇസ് 150. 2 നമ്പറുകളെ മൾട്ടിപ്ലൈ ചെയ്താൽ 150 കിട്ടും. ആ നമ്പറുകളുടെ സ്ക്വയർ എടുത്തിട്ട് കൂട്ടി കഴിഞ്ഞാൽ 325 കിട്ടും. 2 നമ്പറുകളെ മൾട്ടിപ്ലൈ ചെയ്താൽ 150 കിട്ടണം, സ്ക്വയർ എടുത്ത് കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 325 കിട്ടണം. അപ്പോൾ
മൾട്ടിപ്ലൈ ചെയ്യുക ഏതെങ്കിലും രണ്ട് നമ്പർ, അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 150 കിട്ടണം. അതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് കൂട്ടി കഴിഞ്ഞാൽ 325 കിട്ടണം. നമുക്ക് 0ലും 5ലും എൻഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ ആൻസർ 5ഓ 0യിലോ എൻഡ് ചെയ്യുന്ന നമ്പർ ആവാനാണ് ചാൻസ് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് 8ൽ എൻഡ് ചെയ്യുന്ന, ഇത് 7ൽ എൻഡ് ചെയ്യുന്ന, ഇത് 25 എടുത്ത് നോക്കാം. 25 രണ്ട് നമ്പർ 10ഉം +15 ആണെന്ന് വിചാരിക്കുക. അതിനെ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 150 കിട്ടും അല്ലേ. അതുപോലെ നമ്മൾക്ക് എന്ത് ചെയ്യാം, രണ്ട് നമ്പറുകളുടെ സ്ക്വയർ എടുക്കണം. 10ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആയിരിക്കും, 15ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 ആയിരിക്കും. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 325 കിട്ടി അല്ലേ. അപ്പോൾ നമ്മളുടെ 25 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ നമ്പർ 739x ഈസ് ഡിവിസിബിൾ ബൈ 11. നമ്മൾ ഡിവിസിബിലിറ്റി ബൈ 11 എങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നാൽ ഓഡ് നമ്പറുകളും ഈവൺ നമ്പറുകളും, ഒരു നമ്പർ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു നമ്പറാണ് 1 2 3 4, ഇതിൻ്റെ ഇവിടെ നിന്നുള്ള ഓഡ് നമ്പറുകളും ഇങ്ങനെയുള്ള ഈവൺ നമ്പറുകളും കൂടി കൂട്ടിയിട്ട് അതിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിലോ 0 കിട്ടണം, അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടാം? ഡിവിസിബിൾ ബൈ 11 എന്നറിയാം. ഇതിൽ തന്നേക്കുന്ന നമ്പർ 739 ആണ്. നമ്മൾ ഏതൊരു നമ്പർ ചേർത്തുകളാണ് ഡിവിസിബിൾ ബൈ 11 ആക്കുന്നത് നോക്കുക. ഫസ്റ്റ് 1 ആണ്. 1 എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ 3 + 1 + 3 4 -7 + 9 എന്ന് പറഞ്ഞാൽ 16. നമുക്ക് ആൻസർ കിട്ടുക 12 ആണ്. ഡിവിസിബിൾ 0യും അല്ല, ഡിവിസിബിൾ 11ൻ്റെ മൾട്ടിപ്പിളും അല്ല. അപ്പോൾ നമുക്ക് ഇതെല്ലാം മനസ്സിലായി. നെക്സ്റ്റ് 739 2 ആണെന്ന് വിചാരിക്കുക. 3 + 2 5 -7 + 9 എന്ന് പറഞ്ഞാൽ 16. 16 - 5 എന്ന് പറഞ്ഞാൽ 11 ആണ്. 11ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ആൻസർ 2 ആണെന്ന് മനസ്സിലായി അല്ലേ. ഇതാണ് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്ന റൂൾ. ഡിവിസിബിൾ ബൈ 11 ആണെങ്കിൽ ഓഡ് നമ്പേഴ്സും ടോട്ടലും ഈവൺ നമ്പേഴ്സിൻ്റെ ആ സീരീസിലെ ഓഡ് നമ്പറിൻ്റെ ടോട്ടലും ആ സീരീസിലെ ഈവൺ നമ്പറിൻ്റെ ടോട്ടലും എടുത്തിട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഐദർ 0 ഓർ 11ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്തായി മനസ്സിലായി? ഡിവിസിബിൾ ബൈ 11 ആണെന്ന് മനസ്സിലായി. ഓക്കെ അല്ലേ. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എ വാട്ടർ ടാങ്ക് ഇനീഷ്യലി കണ്ടെയ്ൻ 1200 liters. 2/5 of the water is poured out. How much water is remaining in the tank? അല്ലേ. എത്രയാന്ന് പറഞ്ഞാൽ നമ്മളുടെ വാട്ടർ ടാങ്കിൽ 1200 ലിറ്റർ വാട്ടർ ഉണ്ട്. അതിൽ 2/5 പോയി കഴിഞ്ഞാൽ ബാലൻസ് എത്ര ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. 2/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി 1200ൻ്റെ 2/5 നമുക്ക് സിമ്പിളായിട്ട് 5ൻ്റെ മൾട്ടിപ്പിൾസിൽ പോകും നോക്കാം. 2 10 20 2 10 ഇവിടെ 20 4 0 240 × 2 480 ആണ് പോയിട്ടുള്ളത്. ബാലൻസ് എത്ര ഉണ്ടെന്ന് നോക്കിയാൽ മതി. 1200 - 480 = 720 ആണ് നമ്മുടെ ആൻസർ അല്ലേ. വാട്ടർ ടാങ്കിൽ 1200 ലിറ്റർ വെള്ളമുണ്ട്. അതിൽ 2/5 പോയി കഴിഞ്ഞാൽ ബാലൻസ് എത്ര ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. 720 ആണ് നമ്മളുടെ ആൻസർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 20, if 4/5 of the number is increased by 8 is equal to the number itself. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു നമ്പർ നമുക്ക് അറിയില്ല, നമ്പർ നമ്മൾ x ആണെന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ. 4/5 ഓഫ് ദ എക്സ്, അതിനെ 8 കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ? നമ്പറാണ് കിട്ടുന്നതെന്ന് പറയാം. ആ നമ്പറിന് ഈക്വൽ ആണെന്ന് പറഞ്ഞത്. 4/5 ഓഫ് ദ എക്സ് ഒരു നമ്പറിൻ്റെ 4/5 പിന്നെ അതിനോടൊപ്പം 8 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്നത് നമ്പർ തന്നെ. നമ്പർ അറിയാത്തതുകൊണ്ട് നമ്മൾ എക്സ് ആക്കി എടുത്തു അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് സോർട്ട് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? 8 is equal to x minus 4/5x അല്ലേ. എക്സിൻ്റെ 4/5 എക്സ്, അതായത് 5ൽ ഒരു പോർഷൻ നമുക്ക് കിട്ടുക 8 is equal to നമുക്കിതിനെ ഒന്നുകൂടി സോർട്ട് ചെയ്യാം. 1/5x അല്ലേ. നമുക്ക് മനസ്സിലായി 4/5x + 8 is equal to x ആണെന്ന് മനസ്സിലായി അല്ലേ. ഒരു നമ്പറിൻ്റെ 4/5 ഒരു നമ്പറിൻ്റെ 4/5നോട് 8 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പറിന് കിട്ടുന്ന പറഞ്ഞേക്കുന്നത്. അത് നമ്മൾ വീണ്ടും സോർട്ട് ചെയ്തപ്പോൾ നമ്മൾ വീണ്ടും അതിന്
സോർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8 ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 4/5 എക്സ് കിട്ടി അല്ലേ. ഈ 4/5 എക്സ് നമ്മൾ അപ്പർ സൈഡിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് കിട്ടി 8 ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 1/5 എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുമ്പോൾ 40 ആൻസർ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. ഇൻ ആൻ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ഇഫ് ദ ഫസ്റ്റ് ടേം ഈസ് 6 ആൻഡ് 10th ടേം ഈസ് 42 ആൻഡ് വാട്ട് ഈസ് ആൻ 80th ടേം അല്ലേ. നമുക്കൊരു കുറേ നമ്പർ തന്നു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. a+n-1 d എന്നാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം, n-1 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടൈമിൻ്റെ ടോട്ടലാണോ, അതായത് 1 + 2 + 3 + 4 + 5 അങ്ങനെ 10 വരെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്ലസ് 10ാമത്തെ വരെയുള്ള ടോട്ടൽ കാണാനാണെങ്കിൽ 10-1 ഉണ്ടായിരുന്നു 9. പിന്നെ അതിൻ്റെ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിക്കുക. ഒരേ ഒരു സീരീസ് നമ്പർ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് ആണ് ഡി എന്ന് പറഞ്ഞത് അല്ലേ. അപ്പം നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് തന്നിട്ടുണ്ട് എത്ര? 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 10th ടൈം നമ്മുടെ ആൻസർ 42 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഒരു സീരീസിലെ ആദ്യത്തെ 10 ടൈം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 42 ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. എ എന്ന് പറഞ്ഞാൽ 6 പ്ലസ് 10-1 ഡി നമുക്കറിയില്ല. അപ്പോൾ നമ്മളുടെ ആൻസർ വരുന്നത് =42 ആണ് അല്ലേ. നമുക്ക് എന്ത് പറഞ്ഞു? 42 = 6 + 9d അല്ലേ. 9d. 10-1 എന്ന് പറയുമ്പോൾ 9 ആയിരിക്കും അല്ലേ. 9d. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 42 = അപ്പോൾ നമുക്ക് 9d = 42 - 6. അപ്പോൾ d = 36 ഡിവൈഡഡ് ബൈ 9. 4 ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടി? 4 ആണ് മനസ്സിലായി. ഡി നമുക്ക് 4 ആണ് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്ന 80th ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. 80th ടേം കാണാനായിട്ട് 6 + 80 - 1 ഇൻറ്റു ഡി 4 അല്ലേ. 6 + 17 ഇൻറ്റു 4 നമുക്ക് എത്ര കിട്ടി? 6 + 68 = 72. നമ്മളുടെ ആൻസർ എന്ത് കിട്ടി? 72 ആണ് നമ്മളുടെ. 68 + 6 74. 74 ആണ് നമ്മളുടെ ആൻസർ. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മളുടെ ആൻസർ 74. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് 4-digit നമ്പർ ആൻഡ് സ്മോളസ്റ്റ് 4-digit നമ്പർ? സുഖമുള്ള ക്വസ്റ്റ്യൻ ആണ്. ലാർജസ്റ്റ് 4-digit നമ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 9999 അല്ലേ. 9999 ആണ് ലാർജസ്റ്റ് 4-digit നമ്പർ. സ്മോളസ്റ്റ് 4-digit നമ്പറോ 1000 അല്ലേ. 1001 ആയി കഴിഞ്ഞാൽ 1001 ചെറുതല്ലേ 1000. നമുക്ക് മനസ്സിലായി. ലാർജസ്റ്റ് 4-digit നമ്പർ എന്ന് പറഞ്ഞാൽ 9999. അതിനിപ്പോൾ ഒന്നും കൂടി കൂട്ടിയാൽ 10,000 ആയി. അപ്പോൾ അത് 5-digit നമ്പറായി. 1000 നിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അത് 3-digit നമ്പറായി. ഓക്കെ അല്ലേ. ഇത് നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 8999. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 23 എക്സ്പ്ലെയിൻ ചെയ്യാം. If 2 a number decreased by 5 is equal to the number itself. അതായത് ഒരു നമ്പർ ആയില്ല, നമുക്ക് എക്സ് ആണെന്ന് വിചാരിക്കാം. അതിൻ്റെ 2 എന്ന് പറയുമ്പോൾ 2x. അതിനെ 5 കൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? എക്സ് ആണ് കിട്ടുന്നത് അല്ലേ. 2 നമ്പർ ഡിക്രീസ്ഡ് ബൈ 5 ഈസ് ഈക്വൽ ടു ദി നമ്പർ ഇറ്റ് സെൽഫ് അല്ലേ. നമ്പർ ചെയ്യാത്തതുകൊണ്ട് നമ്പർ എക്സ്. അതിൻ്റെ 2 എന്ന് പറയുമ്പോൾ 2x. അതിനെ 5 കൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ നമ്പർ തന്നെ. നമുക്ക് ഇതിനെ സോർട്ട് ചെയ്ത് നോക്കാം. 2x - 5 ഈസ് ഈക്വൽ ടു 5. 2x ഈ എക്സിനെ പുറത്ത് കൊണ്ടുവരിക. -x ഈസ് ഈക്വൽ ടു 5. x ഈസ് ഈക്വൽ ടു 1x ഈസ് ഈക്വൽ ടു 5. അതിന് വെച്ചാൽ x ഈസ് ഈക്വൽ ടു 5. ആൻസർ നമുക്ക് കിട്ടി 5 കിട്ടി അല്ലേ. നെക്സ്റ്റ്, ടാങ്ക് ഇനീഷ്യലി കണ്ടെയ്ൻ 320 liters വാട്ടർ. 3/8 ഓഫ് ദ വാട്ടർ ഇസ് ടേക്കൺ ഔട്ട്. 3/8 അല്ലേ. ടോട്ടലി 320 ലിറ്റർ വാട്ടർ ഉണ്ടായില്ല. 3/8 എന്ത് ചെയ്തു?
പുറത്തേക്ക് ഇടും, അല്ലെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എത്ര ഉണ്ടെന്ന് ചോദിച്ചേക്കുന്നത്. 3/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയണമെങ്കിൽ നമുക്കിത് അറിയാം. ഇവിടെ എത്ര പ്രാവശ്യം നമ്മൾ 4 അല്ലേ. 40 × 3 എന്ന് പറഞ്ഞാൽ 120 ആണ് ടേക്കൺ ഔട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് 320 - 120 = റെസ്റ്റ് ഓഫ് ദ റിമൈനിങ് വാട്ടറാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമുക്ക് എത്ര കിട്ടി? 320 - 120 = 200. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ ഇത് അല്ല 25% നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് ചോദിച്ചേക്കുന്നത്. 25% 25/100 അല്ലേ. അത് നമുക്ക് എങ്ങനെ ചെയ്യാം? 4 1/4 ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ. A fire has destroyed a substantial good lying in a godown of a company. The insurance company has estimated that there is loss of 480 units if 40% goods are still good. അവരെന്താ പറഞ്ഞേക്കുന്നത്? 40%. A fire has destroyed substantial good lying in a godown of a company. The insurance company has estimated that there is a loss of 480 units if the 40% of goods are still good എന്നാണ് പറഞ്ഞേക്കുന്നത്. 40% അതിൽ നശിച്ചിട്ടില്ല എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ഹൗ മെനി യൂണിറ്റ്സ് വേർ ഗോഡൺ വാസ് ബിഫോർ ദ ഫയർ? എത്രയാണ് ഫയറിന് മുൻപ് നമ്മളുടെ ഗോഡൗണിൽ ഉണ്ടായിരുന്നേക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അവർ പറഞ്ഞേക്കുന്നത് 40% ഗുഡ്സ് എന്താണ് പറഞ്ഞേക്കുന്നത് ഗുഡാന്ന് പറഞ്ഞേക്കുന്നത്, നോട്ട് ഡിസ്ട്രോയിഡ്. The insurance company estimates there is a loss of 480 units. 480 യൂണിറ്റ് നമ്മൾ എന്ത് പറഞ്ഞേക്കുന്നു? ഡിസ്ട്രോയിഡ് ആണെന്ന് പറഞ്ഞേക്കുന്നത്, നശിച്ചു പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇൻഷുറൻസ് കമ്പനി പറയുന്നുണ്ട് അല്ലേ. 480 യൂണിറ്റ് ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 480 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്ര പെർസെൻറ്റേജ് ആണ്? 60% ആണ് അല്ലേ. 40% ഒരു പ്രശ്നമില്ലാതെ ഗുഡ് അവർ പറയുന്നുണ്ട്. 40% ഗുഡ്സ് ആർ സ്റ്റിൽ ഗുഡ് എന്ന് പറഞ്ഞേക്കുന്നത്. 40% എന്താന്ന് പറഞ്ഞേക്കുന്നത്? നല്ല ഗുഡ്സ് ആണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അവർ പറയുന്നുണ്ട്, അതിൽ തന്നെ പറയുന്നുണ്ട് 480 യൂണിറ്റ് നശിച്ചു പോയിട്ടുണ്ടെന്ന്. 480 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 40% നല്ലതാണ്. 480 യൂണിറ്റ് നശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് 60%ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 480 യൂണിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? ആക്ച്വൽസിലേക്ക് മാറ്റാം. 60% നമുക്ക് 100/60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആക്ച്വൽസ് കിട്ടും അല്ലേ. ഇവിടെ എത്ര കിട്ടും? 18 × 10 എന്ന് പറഞ്ഞാൽ 800 യൂണിറ്റ് അല്ലേ. ഓക്കെ അല്ലേ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഗോഡൗണിൽ ഫയർ നടന്നു, അതിൽ 480 യൂണിറ്റ് നശിച്ചു പോയിട്ടുണ്ട്. 40% ഇപ്പോൾ ഒരു കുഴപ്പമില്ല, സ്റ്റിൽ ഗുഡാന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഡിസ്ട്രോയ് ചെയ്തത് 480 ആണ്. 40% ഗുഡാണെന്ന് പറഞ്ഞാൽ 60% നശിച്ചു പോയിരിക്കുന്നത്. അപ്പോൾ 60% നശിച്ചത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽസിലേക്ക് മാറ്റാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 100/60 ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ച്വലായി. ഓക്കെ അല്ലേ. ഇത് 70% ഓഫ് 900 ഈസ് 630. ഇൻ ദിസ് കേസ് അവർ ചോദിച്ചേക്കുന്നത് ഏതാണ് പെർസെൻറ്റേജ്, ഏതാണ് ബേസ്, ഏതാണ് പാർട്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി 70% 900 ആണ് ബേസ്. 900നെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എത്ര പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്? 630 പാർട്ട്. അതാണ് എൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾക്ക് കിട്ടി ഇതാണ് നമ്മളുടെ വരിക. 70% 900 ഈസ് ദി ബേസ്, 630 ഈസ് ദ പാർട്ട്. നമ്മുടെ ആൻസർ എ ആണ്. നമ്മളവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ചാപ്റ്ററിൽ ഇത് കറക്റ്റായി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 28 പഠിക്കാം. എ പ്രൊഡക്റ്റ് മാർക്കറ്റ് അറ്റ് 800 ഈസ് സോൾഡ് ഫോർ 716. അതായത് ഒരു പ്രൊഡക്റ്റ് 800 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റു? 760 രൂപയ്ക്ക് വിറ്റു. അതിനർത്ഥം നമ്മൾ എത്ര രൂപ കുറവിന് വിറ്റു? 40 രൂപ ഡിസ്കൗണ്ടാണ് വിറ്റേക്കുന്നത് അല്ലേ. ഡിസ്കൗണ്ടാണ് വിറ്റേക്കുന്നത്. നമ്മൾ ഡിസ്കൗണ്ടും പ്രോഫിറ്റൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? ഇതിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. 800 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്തു? 760 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ 40 രൂപ ഡിസ്കൗണ്ടാണ് വിറ്റേക്കുന്നത്. നമ്മൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ പറഞ്ഞത്? ഡിസ്കൗണ്ട് പെർസെൻറ്റേജിൻ്റെ ഫോർമുല ഡിസ്കൗണ്ട് വാല്യൂ ഡിവൈഡഡ് ബൈ ആക്ച്വൽ വാല്യൂ. ആക്ച്വൽ വാല്യൂ എത്ര? 800 × 100 ആണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? ഈ സീറോയും കട്ട് ചെയ്ത് കളയാം. ഇത്ര പ്രാവശ്യം പോവും? 8
40ൽ 5. ആൻസർ 5% ആണ് നമ്മുടെ ആൻസർ കിട്ടുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പെർഫെക്റ്റ് സ്ക്വയർ? ഇതിൽ ഏതാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്? ഇത് 5ൻ്റെ സ്ക്വയർ ആണ്, ഇത് 6ൻ്റെ സ്ക്വയർ ആണ്, ഇത് 9ൻ്റെ സ്ക്വയർ ആണ്. അപ്പം എല്ലാമാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ദി സ്ക്വയർ റൂട്ട്? സ്ക്വയർ റൂട്ട് പഠിച്ചപ്പോൾ നമ്മൾ ഈ ഫോർമുലാസ് മുഴുവൻ പഠിച്ച ഓൺലി പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ക്യാൻ ഹാവ് ദി പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട്. ഇത് കറക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഈവൻ പെർഫെക്റ്റ് സ്ക്വയർ ഹാവ് ദ ഈവൻ സ്ക്വയർ റൂട്ട്. ഇതും നമ്മളവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എ സ്ക്വയർ റൂട്ട് ക്യാൻ ബി ഫൗണ്ട് ഫോർ എനി നമ്പർ ദാറ്റ് എൻഡ്സ് ദ ഡിജിറ്റ് യൂണിറ്റ് ഓഫ് ദി 1, 4, 5, 6, 9 അല്ലേ? എ സ്ക്വയർ റൂട്ട് ക്യാൻ ബി ഫൗണ്ട് ഫോർ എനി നമ്പർ ദാറ്റ് എൻഡ് ഇൻ ദ ഡിജിറ്റ് ഓഫ് ദ യൂണിറ്റ് സച്ച് ആസ് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് 1ലോ 4ലോ 5ലോ 6ലോ അല്ലെങ്കിൽ 9ലോ ഒക്കെ എൻഡ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. ഇതും നമ്മളവിടെ പഠിച്ച പോയിന്റാണ്. ദ സ്ക്വയർ റൂട്ട് ഓഫ് ആൻ ഓഡ് പെർഫെക്റ്റ് സ്ക്വയർ വിൽ ബി എൻ ഈവൻ. ഇത് നമ്മളവിടെ പഠിച്ചിട്ടില്ല. അപ്പം ഇതാണ് നോട്ട് പ്രോപ്പർട്ടി ഓഫ് ദി സ്ക്വയർ റൂട്ട് അല്ലേ? ഇത് നമ്മളവിടെ പഠിച്ച റൂളുകളല്ല, ഒരു റൂളാണ് ഇത്. 3 റൂള് നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ, എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ക്യാൻ നെവർ ഹാവ് ദ ഡിജിറ്റ് ഓഫ്, നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന 1, 4, 5, 6, 9 എന്നല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മളെന്ത് പറഞ്ഞു? പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് ക്യാൻ നെവർ ഹാവ് ദ ഡിജിറ്റ് ഓഫ്, ഇവിടെ 8. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 32, which one of the following will be have the 9 at the unit place? യൂണിറ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ അവസാനം 9 വരുന്നത് ഇതിലേതിലാണ്? 4ആകുമ്പോൾ നമുക്കറിയാം 16, 6ആണ് എൻ്റെ ചെയ്യുന്നത്. 9ആണെങ്കിൽ 18, 8ആണെന്ന് വരുന്നതെന്ന് അറിയാം. 11 ആണെങ്കിൽ എത്രയാണ്? 1 എൻ്റെ ചെയ്യുന്ന പറയാം. 13, 3 ആണെങ്കിൽ 3 × 3 9ആണ്. അപ്പം നമ്മുടെ ആൻസർ 13 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ അല്ലേ? ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദിസ് അല്ലേ? 12 + 18 + 7 + 14 + 9, 1, 2, 3, 4, 5 ഇതൊക്കെ കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 + 18 + 7 + 14 + 9 ടോട്ടല് 12, 60 ഡിവൈഡഡ് ബൈ 5. നമ്മുടെ ആൻസർ 12. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട സിഗ്നൽ പോയതാണ്. അപ്പോൾ 12 + 18 + 7 + 14 + 9 എല്ലാം കൂടി കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 60 കിട്ടും. ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്കറിയാം 12 ആണ് നമ്മുടെ ആൻസർ. 33. ഇനി 34. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 7 ഫ്രണ്ട്സ് ദി ഏജ് ആർ 44 years, 49 years, 43 years, 48 years, 45 years, 42 years and 51 years. അപ്പോൾ 7 ആൾക്കാരെ ഏജ് തന്നിട്ടുണ്ട് നമ്മളോട്. ആവറേജ് ഏജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എല്ലാം അറിയാം. എല്ലാം കൂടി കൗണ്ട് ചെയ്ത് ഡിവൈഡഡ് ബൈ എത്ര 7 ചെയ്താൽ മതി. അപ്പോൾ എല്ലാം കൂടി നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം കിട്ടുന്ന എത്രയാണ്? 44, 49, 43, 48 and 45 അല്ലേ? 45 നമുക്ക് എല്ലാം കൂടി കൗണ്ട് ചെയ്യുമ്പോൾ 322 ആണ് കിട്ടേണ്ട ആൻസർ. 322 ഡിവൈഡഡ് ബൈ എത്ര ചെയ്യണം? 7. അറിയാം 4 ആകുമ്പോൾ 28, ഇവിടെ 42, 46 ആണ് നമ്മളുടെ ആൻസർ വരേണ്ടത്. ഓക്കെ അല്ലേ? 75%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് എഴുതാമെന്ന് ചോദിച്ചേക്കുന്നത്. 75 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം, 0.75 എന്ന് എഴുതാം അല്ലേ? ഓക്കെ അല്ലേ? 75 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇതിന് കളഞ്ഞിട്ട് നമുക്ക് ഇവിടെ പോയിന്റ് ഇട്ടാൽ മതി. 2 0 ചേർത്ത് 75ൻ്റെ 2 ഡിജിറ്റ് ഇപ്പത്ത് മാറ്റിയിട്ട് ഒരു പോയിന്റ് ഇട്ടാലും മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ബോത്ത് A and B ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 36 ആണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. x + 3 y - 5 = 9, 1 അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ x + 3, y - 5 = 9, 1. നമുക്ക് ഇങ്ങനെ എഴുതാം. x + 3 = 9, y - 5 = 1 എഴുതാം അല്ലേ? നമുക്ക് ഇതിനെ സോർട്ട് ചെയ്യാം. x = 9 - 3, y = 1 + 5, x = 6, y = 6. ആൻസർ x6, y6. ഓക്കെ അല്ലേ? The product of two number is
56 ആൻഡ് ദെയർ സ്ക്വയർ. അത് സം ഓഫ് ദെയർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പർ വന്നിട്ടുണ്ട്, അതിൻ്റെ പ്രൊഡക്റ്റ് അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടേണ്ട ആൻസർ 56 കിട്ടണം. അതിൻ്റെ രണ്ടിൻ്റെ സ്ക്വയർ കണ്ടിട്ട് അതിനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 212 212 കിട്ടണം. പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. 6 × 9 6 × 9 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് 54 ആണ് കിട്ടുക അല്ലേ. അപ്പോൾ ഇതാവാൻ ചാൻസ് ഇല്ല. 5 × 5 × 11 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുക 55 ആണ് കിട്ടുക. അപ്പോൾ ഇതുമല്ല, ഇതിൽ നിന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. 4 × 14 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 56 ആണ് കിട്ടുക. 7 × 8 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? നമുക്ക് കിട്ടുക 56 ആണ് കിട്ടുക. അപ്പോൾ ഈ രണ്ടെണ്ണത്തിലാണ് നമ്മുടെ ആൻസർ വരുന്നത് അല്ലേ. ഈ ആൻസറിൽ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം, ഇതിൻ്റെ രണ്ടിൻ്റെ സ്ക്വയർ കണ്ട് അതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 212 കിട്ടണം. ഇവിടെ ആണെങ്കിൽ നമുക്കറിയാം 49 പ്ലസ് 7 × 7 49, 8 × 8 64, നമുക്ക് കിട്ടേണ്ടത് 113 ആണ്. അപ്പോൾ ഇതാവാൻ ചാൻസ് ഇല്ല, ആൻസർ ഇത് തന്നെയാണ് അല്ലേ. 4 × 4 എന്ന് പറയുമ്പോൾ 36 പ്ലസ് 14 × 14 196 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 212 കിട്ടും. ഇതാണ് നമ്മളെ ആൻസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ സം ഓഫ് സ്മോളസ്റ്റ് പ്രൈം നമ്പർ? സ്മോളസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 3 7 അങ്ങനെ പോകുന്ന നമ്പറുകൾ അല്ലേ. നമ്മൾ കുറച്ച് നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു 2 3 7 7 11 അതൊക്കെ പ്രൈം നമ്പറാണ് അല്ലേ. അപ്പോൾ നമുക്ക് സ്മോളസ്റ്റ് പ്രൈം നമ്പറാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. സ്മോളസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 ആണെന്ന് അറിയാം അല്ലേ. ആൻഡ് ലാർജസ്റ്റ് 2 ഡിജിറ്റ് കോമ്പോസിറ്റ് നമ്പർ അല്ലേ. അതായത് 2 ഡിജിറ്റുള്ള ലാർജസ്റ്റ് കോമ്പോസിറ്റ് നമ്പറും അതുപോലെ തന്നെ സ്മോളസ്റ്റ് പ്രൈം നമ്പറും കൂടി ആഡ് ചെയ്ത് എത്രയാണ് നോക്കുക. സ്മോളസ്റ്റ് പ്രൈം നമ്പർ നമുക്കറിയാം 2 ആണെന്നറിയാം. അതുപോലെ ലാർജസ്റ്റ് 2 ഡിജിറ്റ് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സാധാരണ ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 100 ആയി കഴിഞ്ഞാൽ 3 ഡിജിറ്റ് ആയി. അപ്പോൾ അതിൽ നിന്ന് 1 കുറഞ്ഞു കഴിഞ്ഞാലാണ് 2 ഡിജിറ്റ് ആവുക. 99 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 101 ആണ് നമ്മളുടെ ആൻസർ വരേണ്ടത് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 39, വാട്ട് ഈസ് ദ സം ഓഫ് സ്മോളസ്റ്റ് 2 ഡിജിറ്റ് പ്രൈം നമ്പർ? അപ്പോൾ ഏറ്റവും ചെറിയ 2 ഡിജിറ്റ് പ്രൈം നമ്പർ അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ പ്രൈം നമ്പറിൻ്റെ സീരീസ് മൊത്തം നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 2 3 7 11 അങ്ങനെ നമ്മൾ പോകുന്നുണ്ടായിരുന്നു അല്ലേ. അതിൽ നമ്മളോട് ചോദിച്ചു വാട്ട് ഈസ് ദ സം ഓഫ് സ്മോളസ്റ്റ് 2 ഡിജിറ്റ് പ്രൈം നമ്പർ ആൻഡ് ലാർജസ്റ്റ് 1 ഡിജിറ്റ് പ്രൈം നമ്പർ. ലാർജസ്റ്റ് 1 ഡിജിറ്റ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാ? ലാർജസ്റ്റ് 1 ഡിജിറ്റ്, ഇതാണ് ഇതൊക്കെ 1 ഡിജിറ്റാണ്. ലാർജസ്റ്റ് 1 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ലാർജസ്റ്റ് 1 ഡിജിറ്റ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 7 ആണ് അല്ലേ. സ്മോളസ്റ്റ് 2 ഡിജിറ്റ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം 2 ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 11 ആണ്. പ്ലസ് 11 = 18 ആണ് നമ്മളെ ആൻസർ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ, എ ഗാർഡൻ റിക്വയർ 3 ലിറ്റർ ഓഫ് ഫെർട്ടിലൈസർ ഫോർ എവരി 5 ലിറ്റർ ഓഫ് വാട്ടർ അല്ലേ. അതായത് ഒരു ഗാർഡനിൽ 3 ലിറ്റർ ഫെർട്ടിലൈസർ വേണം. ഓരോ 5 ലിറ്റർ വാട്ടറിനും 3 ലിറ്റർ ഫെർട്ടിലൈസർ വേണം. ഇഫ് യു ഹാവ് എ 20 ലിറ്റർ ഓഫ് വാട്ടർ, അതായത് 20 ലിറ്റർ വാട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി ഓരോ 5 ലിറ്ററിനും ആണ് വേണ്ടത്. അപ്പോൾ /5 എന്ന് പറഞ്ഞാൽ 4 അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഓരോ 5 ലിറ്ററിനും എന്ത് വേണം? 3 ലിറ്റർ ഫെർട്ടിലൈസർ വേണം അല്ലേ. 20 ലിറ്ററിൽ എത്ര 5 ഉണ്ടെന്ന് നോക്കാം. 20ൽ എത്ര 5 ഉണ്ടെന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യമാണ്. 5 × 4 ആണ് 20 ആവുന്നത് അല്ലേ. അപ്പോൾ പിന്നെ ഓരോ 5 ലിറ്ററിനും 3 ലിറ്റർ ഫെർട്ടിലൈസറും വേണം. അപ്പം 4 × 3 ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. 12 ആണ് വരേണ്ടത് ആൻസർ അല്ലേ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഫെർട്ടിലൈസർ അവിടെ നിർത്തുക. അത് നമ്മൾ നോക്കുക, ലിറ്ററിനെ നോക്കുക. ഓരോ 5 ലിറ്ററിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 20 ലിറ്ററിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടായിരിക്കും? 4 ടൈംസ് വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ 4 ടൈംസ് ഇൻറ്റു ഓരോ 5 ലിറ്ററിനും 3 ലിറ്റർ ഫെർട്ടിലൈസർ വേണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫെർട്ടിലൈസർ വേണം. അപ്പോൾ മൊത്തം 4 × 3 12 ലിറ്റർ ഫെർട്ടിലൈസർ നമുക്ക് ആവശ്യമായിട്ട് വരും അല്ലേ.
പിന്നെ വിച്ച് ഓഫ് ദ വൺ ഓഫ് ഫോളോയിങ് ഇൻവേഴ്സ് ഓപ്പറേഷൻ, ഒന്നിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ, അഡീഷൻ ആൻഡ് സബ് മൾട്ടിപ്ലിക്കേഷൻ, ആഡ് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻവേഴ്സ് അല്ല. സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഒരിക്കലും ഇൻവേഴ്സ് അല്ല. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, അഡീഷൻ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക, സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. ഇത് ഇൻവേഴ്സ് ആണ്, നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ആൻസർ എ ആണ് നമ്മളുടെ വരുന്നത്, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 42. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് റൂൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ? ഏതാണ് റൂൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ? നമ്മൾ നമ്പർ പഠിച്ചപ്പോൾ ഇൻറ്റീജേഴ്സ്, നമ്പർ, റിയൽ നമ്പർ, പ്രൈം നമ്പർ, ഇൻറ്റീജേഴ്സ് ഒക്കെ പഠിച്ചതിൽ നമ്മൾ ഈ റൂൾ പഠിച്ചിട്ടുണ്ട്. ദ പ്രൊഡക്റ്റ് ഓഫ് ടു പോസിറ്റീവ് നമ്പേഴ്സ് ഈസ് പോസിറ്റീവ് അല്ലേ? രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് പോസിറ്റീവ് ആയിരിക്കും പറഞ്ഞേക്കുന്നത് അല്ലേ? 2 + 3 5 പോസിറ്റീവ് അല്ലേ? അതുപോലെ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വൺ നമ്പർ ഈസ് പോസിറ്റീവ് ആൻഡ് അതർ നമ്പർ ഈസ് നെഗറ്റീവ്, ദ ആൻസർ വിൽ ബി ദ നെഗറ്റീവ്. കറക്റ്റാണ്. -2 × 6 ആണെങ്കിൽ -12 ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതും കറക്റ്റാണ്. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബോത്ത് നമ്പേഴ്സ് ആർ നെഗറ്റീവ്, ദ ആൻസർ വിൽ ബി ദ പോസിറ്റീവ്. അതെ, -2 × -6 ആണെങ്കിൽ ആൻസർ നമുക്ക് എത്ര കിട്ടും? 12 ആണ്. അപ്പോൾ ഇതും കറക്റ്റാണ്, ഇതും കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ബോത്ത് എ ആൻഡ് ബി. നമ്മളാ പഠിച്ച റൂളിൽ ഉള്ള തിയററ്റിക്കലുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. രണ്ട് പോസിറ്റീവ് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. രണ്ട് നെഗറ്റീവ് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതും കറക്റ്റാണ്, ഇതും കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ബോത്ത് എ ആൻഡ് ബി ആണ് വരേണ്ടത്. പിന്നെ നമ്മൾ പഠിക്കുന്നത് സബ്ട്രാക്ഷൻ റൂൾ ഓഫ് ഇൻറ്റീജേഴ്സിൻ്റെ സബ്ട്രാക്ഷൻ റൂൾ. ബോത്ത് നമ്പേഴ്സ് ആർ പോസിറ്റീവ്, ആൻസർ വിൽ ബി ഓൾസോ പോസിറ്റീവ് അല്ലേ? ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം? ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 0 ആവാം, എല്ലാം നമ്മൾ പെടും. എല്ലാ സംഭവവും ഇൻറ്റീജേഴ്സിൻ്റെ ഉള്ളിൽ വരും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ബോത്ത് നമ്പേഴ്സ് ആർ പോസിറ്റീവ് ആൻഡ് ബോത്ത് നമ്പേഴ്സ് ആർ പോസിറ്റീവ്, ദ ആൻസർ വിൽ ഓൾസോ ബി പോസിറ്റീവ്. കറക്റ്റാണ്. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ബോത്ത് നമ്പേഴ്സ് ആർ നെഗറ്റീവ്, ആൻസർ വിൽ ഓൾസോ ബി നെഗറ്റീവ്. ഇഫ് വൺ നമ്പർ ഈസ് പോസിറ്റീവ്, ബോത്ത് നമ്പേഴ്സ് ആർ നെഗറ്റീവ്, ആൻസർ വിൽ ഓൾസോ ബി നെഗറ്റീവ് അല്ലേ? ബോത്ത് നമ്പേഴ്സ് ആർ നെഗറ്റീവ്, ആൻസർ വിൽ ഓൾസോ ബി നെഗറ്റീവ്. രണ്ടെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇഫ് വൺ നമ്പർ ഈസ് പോസിറ്റീവ് ആൻഡ് അതർ നമ്പർ ഈസ് നെഗറ്റീവ്, ദ ആൻസർ വിൽ ബി ഇൻ സൈൻ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് അല്ലേ? ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ നമ്മളുടെ ആൻസർ അത് രണ്ടും കൂടി ചെയ്തിട്ട് ഏതിനാണോ വലിയ നമ്പർ ഏതിനാണോ അതിൻ്റെ ഫിഗറാണ് നമ്മൾ എടുക്കുക. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്താ അവർ പറഞ്ഞേക്കുന്നത്? ഇഫ് വൺ നമ്പർ ഈസ് പോസിറ്റീവ് ആൻഡ് അതർ നമ്പർ ഈസ് നെഗറ്റീവ്, ഒരെണ്ണം പോസിറ്റീവ് ആണ് ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ ദ ആൻസർ വിൽ ബി ഇൻ സൈൻ വിച്ച് ഈസ് ദ ലാർജസ്റ്റ്. ഏതിനാണോ വലുതിൻ്റെ ചിഹ്നമാണ് എടുക്കുക. അപ്പോൾ രണ്ടെണ്ണം കൂട്ടാനാണെങ്കിൽ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും കൂടി കൂട്ടാനാണെങ്കിൽ കൂട്ടിയിട്ട് ഏതിനാണോ വലുതിൻ്റെ ചിഹ്നം വലുതാണെങ്കിൽ അതാണ് നമ്മൾ എടുക്കാറ്. ഓക്കെ അല്ലേ? അപ്പോൾ ബോത്ത് എ ആൻഡ് ബി. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് ദ ബേസിക് ഓഫ് അരിത്തമാറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് റിയൽ നമ്പേഴ്സ്? റിയൽ നമ്പേഴ്സിൻ്റെ അരിത്തമാറ്റിക്കൽ പ്രോപ്പർട്ടി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് പ്രോപ്പർട്ടി. റിയൽറ്റീവ് പ്രോപ്പർട്ടിയാണ് നമ്മളവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. റിയൽ നമ്പേഴ്സിൻ്റെ സീരീസ് പഠിച്ചതിൻ്റെ ഉള്ളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള തിയറട്ടിക്കൽ പ്രോബ്ലമാണിത്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 45 നെക്സ്റ്റ് തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ. ദ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടീസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡീഷൻ ആണ്, ഡിവിഷൻ വരില്ല. നമ്മളവിടെ തിയറട്ടിക്കലി പഠിച്ചപ്പോൾ ആ റൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ വരുന്നത്. 47 ദ ടോട്ടൽ വാല്യൂ എക്സ് ആൻഡ് ദ വാല്യൂ വൈ. അപ്പോൾ നമ്മളെങ്ങനെ അതിനെ പെർസെൻറ്റേജിൽ റെപ്രസെൻറ്റ് ചെയ്യും? ടോട്ടൽ വാല്യൂ എക്സ് എന്ന് പറഞ്ഞാൽ വാല്യൂ വൈ, വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ വാല്യൂ ഇൻറ്റു 100 ആണ്. അപ്പോൾ വാല്യൂ വൈ ആണ്, ടോട്ടൽ വാല്യൂ എക്സ് ആണ്, ഇൻറ്റു 100. ഇങ്ങനെ എഴുതാം. ദ റേഷ്യോ is result of comparing two parameters side by side using the operator. Which mathematical operation is used in this? അല്ലേ? റേഷ്യോ എന്ന് പറഞ്ഞാൽ രണ്ട് പാരാമീറ്റേഴ്സിനെ എന്ത് ചെയ്യാനാണ്? കമ്പയർ ചെയ്യാനായി വേണ്ടിയിട്ടാണ്. ബൈ സൈഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഏതാ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിവിഷനാണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ 4/5 നമുക്ക് 4:5 എന്ന് എഴുതാം. അതാണ് അവർ മീൻ ചെയ്യുന്നത്, ഡിവിഷൻ. ദ റേഷ്യോ എക്സ് ആൻഡ് വൈ ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് x:y എന്ന് എഴുതാം, x/y എന്ന് എഴുതാം, x:y എന്ന് എഴുതാം. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ആണ് വരുന്നത് അല്ലേ? എക്സ് ആൻഡ് വൈ റേഷ്യോനെ നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാം. x:y, x/y, x:y എന്ന് എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ
15 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 50. ദ റേഷ്യോ ഓഫ് ഏജ് ഓഫ് സാറ ടു ജോൺ 21:35. ദ ജോൺ ഈസ് 25 years old. ഹൗ ഓൾഡ് സാറ? ഇത്രയും ചോദിച്ചേക്കുന്നത്. അപ്പോൾ സാറ ടു ജോൺ ആണ് പറഞ്ഞത്. സാറ ടു ജോൺ അവരെത്രയാണ് പറഞ്ഞേക്കുന്നത്? 21:35. അത് നമുക്ക് എങ്ങനെ എഴുതാം? വീണ്ടും ഷോർട്ടാക്കിയിട്ട് 21 3:5 അല്ലേ? 7 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൂടത്. അപ്പോൾ നമുക്ക് 3:5 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണെന്ന് നമുക്കറിയില്ല. റേഷ്യോ ഓഫ് സാറ ടു ജോൺ ഒരു ഫിഗർ ഉണ്ടായിരിക്കും. ആ ഫിഗറിനെ അവർ 3/5 ചെയ്തപ്പോൾ ആരുടെ? ജോണിൻ്റെ ഏജ് നമുക്ക് എത്ര കിട്ടി? ജോണിൻ്റെ ഏജ് കിട്ടിയത് 25 ആണ് കിട്ടിയത്. നമുക്ക് നോക്കാം. 3/5 എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് സാറ ടു ജോൺ റേഷ്യോ 21:35 ആണ്. നമുക്ക് വീണ്ടും ഒന്ന് സോർട്ട് ചെയ്ത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 3/5 എന്ന് എഴുതാം. നമുക്ക് നോക്കാം. ജോണിൻ്റെയാണ് പറഞ്ഞേക്കുന്നത്. ജോൺ. അപ്പോൾ ജോൺ എന്ന് പറഞ്ഞാൽ 5 അല്ലേ? 3 ഒന്നുകൂടി പറഞ്ഞുതരാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. ദ റേഷ്യോ ഓഫ് സാറ ടു ജോൺ 21:35 ആണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? സാറ ടു ജോണിനെ 3:5 എന്ന് എഴുതാം. ഇതിൽ കൂടെ അവർ പറഞ്ഞേക്കുന്ന റേഷ്യോ ഓഫ് ദ ജോൺ ഈസ് 25 years old. നമുക്ക് ജോണിൻ്റെ നോക്കാം. 5/8 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 15 എന്ന് പറയാം. എക്സ് അതിൻ്റെ റേഷ്യോൻ്റെ ഒരു ഫിഗറിനെ 5/8 എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ജോണിൻ്റെ ഏജ് 25 ആയിട്ട് കിട്ടുന്നത്. 25 ആയിട്ട് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എത്ര ചെയ്യാം? 5x is equal to 25 into 8. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 25 into 8 ഡിവൈഡഡ് ബൈ 5 അല്ലേ? 8 into 5 40. നമ്മളെ ഫിഗർ കിട്ടുന്നത് 40 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ആരെ കാണാം? സാറയുടെ കാണാം. 14 into 3/8 ആയിരിക്കും ആരുടെ? സാറയുടെ. നമുക്കിവിടെ 8 ഇവിടെ പ്രാവശ്യം 5. നമുക്ക് ആൻസർ എത്ര കിട്ടും? 15 ആണ് നമ്മുടെ ആൻസർ കിട്ടുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ. ഇൻ എ ബാഗ് ഗ്രീൻ ബോൾ ആൻഡ് വൈറ്റ് ബോൾസ് ആർ ദ റേഷ്യോ ഓഫ് 2:9 അല്ലേ? ദ നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് ആർ 135. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഗ്രീൻ ബോളും വൈറ്റ് ബോളും ആണ് 2:9 ആണ് അല്ലേ? ഇപ്പം നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് എന്ന് പറഞ്ഞാൽ ഗ്രീനും വൈറ്റും. അപ്പോൾ 9/11 is equal 9 of x is equal to 135 അല്ലേ? 9/11 of x is equal to 135. x is equal to 135 into 11 divided by 9 അല്ലേ? ഇവിടെ നമുക്ക് എത്ര കിട്ടും? 1. ഇവിടെ 15 into 11 165 ആണ്. നമുക്ക് എന്ത് കിട്ടുക? ഒന്നുകൂടി ചെയ്ത് നോക്കാം. 2/9. ഗ്രീൻ റേഷ്യോ ഓഫ് ഗ്രീൻ ബോൾ ആൻഡ് വൈറ്റ് ബോൾസ് ആർ 2:9. അപ്പോൾ 2:9. നമ്പർ ഓഫ് വൈറ്റ് ബോൾ ആർ 135. ഓക്കെ. നമുക്ക് എന്ത് കിട്ടി? വൈറ്റ് ബോൾ 135 എന്ന് പറഞ്ഞത് നമ്പർ ഓഫ് വൈറ്റ് ബോൾ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 9/11 x is equal to 135. 9/11 x is equal to 135. x is equal to 135 into 11 divided by 9. നമുക്ക് കിട്ടുക 15 into 11 165. x നമുക്ക് കിട്ടുക 165 ആണ്. അങ്ങനെയാണെങ്കിൽ റെഡ് അല്ല ഇവിടെ വരേണ്ടത്. നമ്പർ ഓഫ് ഗ്രീൻ ബോൾസ് ആണ് വരേണ്ടത്. ഗ്രീൻ ബോൾസ് എത്രയുണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടിയത് 165 ആണ് കിട്ടിയത്. ഗ്രീൻ ബോൾ കണ്ടുപിടിക്കാൻ 165 into 2/11. ഓക്കെ അല്ലേ? കൂടെ 1 ഇവിടെ എത്ര പ്രാവശ്യം പോവും? 11. 15 into 2 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുക 13 ആണ് നമ്മുടെ ആൻസർ കിട്ടുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ. In a mathematics, total numbers divided by number of numbers in a group is called a average. Total number divided by number of number എന്നാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടാവുക? ആവറേജ് എന്ന് പറയാം. What is the term used to denote sum of money paid for using someone else fund അല്ലേ?
വാട്ട് ഈസ് ദ ടൈം യൂസ് ടു ഡിനോട്ട് സം ഓഫ് മണി പെയ്ഡ് ഫോർ യൂസിങ് സമ്മൺ എൽസ് ഫണ്ട്. അല്ല, വേറെ ആളുടെ ഫണ്ട് യൂസ് ചെയ്യുന്നതിന് നമ്മളൊരു എമൗണ്ട് കൊടുക്കുന്നതിന് നമ്മൾ എന്താ പറയുന്നത്, ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത് അല്ലേ. ദ റീറ്റെയിലേഴ്സ് മാർക്ക് ഹിസ് ഗുഡ്സ് അപ് ടു 75%, ദെൻ ഓഫർ ഡിസ്കൗണ്ട് അറ്റ് 40%. അല്ലേ, റീറ്റെയിലേഴ്സ് മാർക്ക് ഹിസ് ഗുഡ് up by 75% and offer discount at 40%. വാട്ട് ഈസ് ആൻ എഫക്റ്റീവ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അല്ലേ, ഒരു റീറ്റെയിലർ ഉണ്ട്, ആളുടെ ഗുഡ്സിൻ്റെ വില 75% ഇൻക്രീസ് ചെയ്തു. ഗുഡിൻ്റെ വില 100 ആണെന്ന് വിചാരിക്കുക അല്ലേ, കോസ്റ്റ് പ്രൈസ് നമ്മൾ വിചാരിക്കുക. അതിൻ്റെ എത്ര ഇൻക്രീസ് 75% ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 100 + 75% എന്ന് പറയുമ്പോൾ 175 ആയി അല്ലേ. അതിൻ്റെ ദെൻ ആൾ 40% ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറയുന്നത് 175 - 40% എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുക 70 ആണ് കിട്ടുക അല്ലേ. അതായത് ഒരു റീറ്റെയിലർ ആളുടെ ഗുഡ്സിൻ്റെ വില 75% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമുക്ക് 100 പഠിക്കാം, പെർസെൻറ്റേജിലല്ല കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 100 എടുക്കുക. ഫിഗർ 100 ആണ്, അതിന് 75% കൂട്ടി എന്ന് പറയുമ്പോൾ 175 എത്തിച്ച്. എന്നിട്ട് ആൾ 40% കുറച്ചു. അപ്പോൾ അതിൻ്റെ 40% എന്ന് പറയുമ്പോൾ 175ൻ്റെ 40% പറയുമ്പോൾ 70 ആണ് വരുന്നത്. അപ്പോൾ 175 - 70 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുക 105 ആണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് വരുന്നത് 100ഉം ആൾ കൊടുത്തേക്കുന്ന പ്രൈസ് 105 ആണ്. അപ്പം എത്ര ശതമാനമാണ് പ്രോഫിറ്റ്, എഫക്റ്റീവ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 100 - 105% ആണ് നമ്മൾ എന്ത് വരുന്നത്, എഫക്റ്റീവ് പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ അല്ലേ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 55 വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് A 1 2 3 4 എന്ന് കൊടുത്തിട്ടുണ്ട്, B 3 4 5 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളോട് പറഞ്ഞ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് A and B എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഫസ്റ്റത്തെ സെറ്റിൽ 1 2 3 4, അപ്പം എത്ര പ്രൊഡക്റ്റ് ഉണ്ട്, 4 എലമെൻറ്റ്സ് ആണുള്ളത്. സെക്കൻഡ് സെറ്റിൽ നമുക്ക് എത്രയുണ്ട്, 3 4 5 3 എലമെൻറ്റ്സ് ആണുള്ളത്. 4 × 3 എന്നാണ് നമുക്ക് എന്താ A × B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ A × B എന്ന് പറയുന്നത് നമുക്ക് 4 × 3 ആണ്. ആൻസർ 12 ആണ് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 56, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയുണ്ട്, 1 3 5 7, B എന്ന് പറഞ്ഞാൽ 2 3 6 7, C എന്ന് പറഞ്ഞാൽ 4 5 7 8. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ A B C. നമ്പർ ഓഫ് എലമെൻറ്റ്സ് അത് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 1 ഇവിടെ കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്, 3 ഇതിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഒറ്റ ഒന്ന് എടുത്താൽ മതി, 1 3 5 7. പിന്നെ വരുന്നത് 2 6, 1 3 5 7, പിന്നത്തേൽ 2 6, പിന്നെ 4 5 7 8, 4 5 7 8. നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് ഒരു സെറ്റായിട്ട് എടുക്കുന്നത് നമ്മൾ അല്ലേ. 4 5 7 8, അതിൽ 4 ഉണ്ട്, 2 7 4 5 7 8 എന്ന് പറയുമ്പോൾ 4 5 കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്, 7 വന്നിട്ടുണ്ട്, 8 വന്നിട്ടുണ്ട്. അപ്പോൾ 1 2 3 4 5 6 7 8 എലമെൻറ്റ്സ് ആണ് വരുന്നത് അല്ലേ. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇതാണ് നമ്മളുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് നമ്മുടെ ക്വസ്റ്റ്യൻസ് വേഗം ഒന്ന് ഓടിച്ചു പോയത്. ഇതിന് വേറെ മെത്തേഡുകളിലും നമുക്ക് ചെയ്യാം. ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ വേറെ മെത്തേഡ്, ഈസി മെത്തേഡിലും ചെയ്യാം. നമ്മൾ വളരെ എളുപ്പമുള്ള മെത്തേഡാണ് നമ്മൾ ഇപ്പോഴൊക്കെ അപ്രോച്ച് ചെയ്തേക്കുന്നത്. എല്ലാവരും നന്നായി എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, നന്നായി എക്സാം എഴുതുക, നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക. താങ്ക് യു.